എല്ലാവർക്കും എസ്കേപ്പ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എപ്പിസോഡ് 4 നമുക്ക് കുറേ പരിപാടി ചെയ്യണം. പറ്റുമെങ്കിൽ മൈനിങ് ഏരിയയ്ക്കൊക്കെ പോകണം. ചെറിയ ലാഗൊക്കെ ഉണ്ടാവും, അരീക്ഷയാക്കണ്ട. ഓ മൈ ഗോഡ്, വില്ലേജസ് കട കുടുങ്ങി കിടക്കുക. നമുക്ക് മീനിനെ കിട്ടുവച്ചാൽ ലാഗ് നല്ല രീതിക്ക് ലാഗുണ്ട്. നമുക്ക് മൈനിങ് ചെയ്യണം. ഇനിയാണ് ഇവിടെ ഒരു കുഴി ഒഴിച്ചിരുന്നു. അവിടുത്തെ ലാഗ് ലാപ്പിസ് ലസൂളി ഗ്യാപ്പില്ലേ. നമുക്കൊരു സാധനം ഉണ്ടാക്കണം. അതിന് മുമ്പേ നമുക്ക് ഇത് ഇവിടെ അങ്ങോട്ട് വെച്ചെടുക്കാം. ടീസ്പൂൺ സെറ്റ് ചെയ്യാം, ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കാം, എന്നിട്ട് ഈ പടി അങ്ങോട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്കിനി കുറച്ച് പ്ലാൻസ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു ഡോറുണ്ടാക്കാം ആദ്യമായിട്ട്. എന്നിട്ട് നമുക്ക് പറയാൻ വന്നല്ലോ, സ്റ്റിക്കാക്കിയിട്ട് നമുക്കൊരു പേരിട്ടില്ല ടോർച്ച് ഉണ്ടാക്കണം. ഒരു പിക്കാക്സ് ഉണ്ടാക്കാൻ ലൈനുണ്ടോ? അത് 4 ഉണ്ട്. ബാക്കി ഒന്നവിടെ ഇരുന്നോട്ടെ. ആവശ്യം വരും. ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ, ഈ ക്യാമറ ഞാൻ സ്ക്രീൻ റെക്കോർഡാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അയ്യോ എന്താണിത്? ചെറിയ നല്ല രീതിക്ക് ലാഗുണ്ട്. അതാ കുഴപ്പം. ഞാൻ ഇപ്പം എന്തില്ല, ക്രാഫ്റ്റിംഗ് ടേബിളല്ലേ. ആദ്യമായിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കണം. പ്ലാങ് ഉണ്ടാക്കേണ്ടി വരും. വെറുതെ അല്ല, ഒരു പിക്കാക്സ് ഉണ്ടാക്കണത്. ഓക്കെ, അയൺ പിക്കാക്സ്. എന്നിട്ട് ടോർച്ച് ലാഗ് ടോർച്ച് കിട്ടണം കിട്ടും. അതിനും വേണമല്ലോ ഗ്യാപ്പ്. എന്താ ചെയ്യുക? കോള് കഴിഞ്ഞില്ല, വേണ്ടില്ല. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മാറ്റണമെന്ന് ചോദിച്ചാൽ ഈ കച്ചറ ഐറ്റംസൊക്കെ എടുക്കാം. കച്ചറ ഐറ്റംസൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് എടുക്കണം. കച്ചറകളൊക്കെ കാട്ടെ, എന്നിട്ട് അത് ഡീസ്പോൺ ആയിക്കോളും. നമുക്ക് ഈ തൂവലായിട്ട് കളയാം. ബെഡ് കിട്ടി. നമുക്ക് ഇതിങ്ങോട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് കടന്ന് നോക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം. ഇങ്ങോട്ടൊരു ഐസുള്ള സാധനങ്ങളൊക്കെ കയ്യിലുണ്ട് ടൈസ്. നമുക്ക് ബെഡ് ഇവിടെ അങ്ങോട്ട് വയ്ക്കാം. എന്നിട്ട് ഇവിടെ ടീസ്പൂൺ സെറ്റ് ചെയ്യാം. ടോർച്ച് കൈ പിടിച്ചാൽ പോലെ വെക്കേണ്ടി വരും. ഓക്കെ, ഇവിടേക്കുള്ള വെളിച്ചം പകുതിയായി. നമുക്ക് ഇങ്ങനെ മൈനിങ്ങിന് പോവാം. പിക്കാക്സൊക്കെ കമ്മിയാണ്, അവിടെ ഇരിക്കട്ടെ. ലാപ്പിസ് ആവശ്യം നമുക്ക് വരുന്നില്ല. ഒരു ഇതുണ്ട് നമ്മുടെ കയ്യിൽ, എന്താ ഷീൽഡ്. ഈ കഴിഞ്ഞ വീഡിയോ ഒക്കെ കത്തുണ്ടാക്കിയിരുന്നു. ഇരുട്ടാവാൻ തുടങ്ങി. ഇതുവരെ വിളിച്ചുള്ളൂ. ഇവിടെ ഒന്ന്
അതിന് മുമ്പ് കടന്നുറങ്ങാനായോ? ആ കടന്നുറങ്ങാനായി. ഓക്കെ, നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. ചുമയും പനിയൊക്കെയാണ്. അതിൻ്റെ വോയിസ് വ്യത്യാസം. എന്തോ ട്യൂണ് കിട്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തോ ട്യൂണ് കിട്ട്. ഓക്കെ കോൾ എന്തായാലും എടുത്തേക്കാം. അതിരിക്കട്ടെ, എന്തായാലും നമുക്ക് പൊട്ടിച്ച് പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ, ഇവിടുന്ന് തിരിച്ചായി ഇരുട്ടായി. ഇവിടെ നിൽക്കാം കേട്ടോ. ഒരു അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. സ്റ്റാക്ക് കണക്കിനാണ് നൈസ്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇപ്പം എന്താ ഉള്ളത്? ഒരു ചെസ്റ്റ് ഉണ്ടാക്കട്ടെ, അല്ലാതെ നടക്കത്തില്ല. അതിനായിട്ട് ഞാൻ എന്തിപ്പോൾ കയ്യിൽ ഓക്കെ. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ നിൽക്കണം. എന്നിട്ട് ചെസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ പ്ലാങ്ക് വേണ്ടി വരും. ഒരു ചെസ്റ്റെങ്കിലും ഉണ്ടാക്കിയേ പറ്റൂ. 2 പ്ലാങ്ക് കൂടി എന്ത് ചെയ്യാം? ഓ മൈ ഗോഡ്. ഒരു ചെസ്റ്റ് കൂടി ഉണ്ടാക്കട്ടെ ഗൈസ്. ചെസ്റ്റ് ഉണ്ടാക്കിയില്ലേ? സ്ഥലമില്ല, സ്പേസ് ഇല്ല. എന്ത് കളയും? ഞാൻ കളയാൻ പറ്റത്തില്ല. ഇത് കളയാം, ഇതുണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇവിടെ അങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, ഇതിവിടെ വെച്ചിട്ട് ചെയ്തത് മാറിപ്പോയി. ഇനി ഇത് തൽക്കാലം ഇങ്ങോട്ട് വെച്ചിട്ട് ഈ ഒരു ഇരിപ്പിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ 2 കൂട്ടി ചുട്ടും ഇനി കുഴപ്പമില്ല. നമുക്ക് ആവശ്യമില്ലാത്ത സാധനമൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മതി. ഫുഡ് ഇരിക്കട്ടെ. ഫുഡ് മതി. ഫുഡ് ഇതൊക്കെ മതി. ഐസൊക്കെ മതി. ഒരു മിനിറ്റ് എൻ്റെ ഹെഡ്സെറ്റ് ഊരിപ്പോയി. ഐസ് വേറെ നല്ല പേടിയാണ്. ഞാൻ അവിടെ തന്നെ ഉണ്ട്. എന്ത് ചെയ്യാനാണ് ഐസ്? ഒരു കൂട്ടം പണികളെ. നമുക്ക് ഇത് തികയെന്ന് തോന്നുന്നില്ല. കുറച്ചും കൂടി ടോർച്ച് വേണ്ടി വരും. ഉണ്ടാക്കി ടോർച്ച് അങ്ങോട്ട് ഉണ്ടാക്കാം. അത് മതി തൽക്കാലം. ഇത്രയും സാധനങ്ങൾ കയ്യിൽ വെച്ചിട്ട് ലാഗ് അതിന് മുമ്പേ കടന്നുറങ്ങാൻ. ഇല്ല കടന്നുറങ്ങാനായിട്ടില്ല. എൻ്റെ ഒരു എസ്കേ പിക്കാക്സ് ഉണ്ടാക്കണം. പിന്നെയും മറക്കുക പൊട്ടേ. ഒരു പിക്കാക്സ് ഉണ്ടാക്കാനുള്ള എല്ലാ സംഗതികളും എൻ്റെ കയ്യിലുണ്ട്. പൊട്ടത്തിനും കാട്ടുക, എന്താ ചെയ്യുക? ഓക്കെ, ഇന്ന് കടന്നുറങ്ങാൻ പറ്റുമെന്ന് കൂടി നോക്കാം. എന്നിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. കേവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ചെറിയൊരു ഒച്ച കേട്ടിരുന്നു. ഗ്രാവല് ഇത് കുറച്ച് ടാസ്ക് വരും. തൊളാനുണ്ടാവുമല്ലോ. ഒരു തുരങ്കം തന്നെ ഞാൻ സൃഷ്ടിക്കുന്നൊക്കെ.
ഓക്കെ, ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ കിട്ടി. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ കിട്ടി. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ. ഓക്കെ, ഒരു ലൈറ്റ് ഇവിടെ വയ്ക്കണം. ഓക്കെ, എന്നിട്ട് തുടങ്ങാം, പൊട്ടിക്കൽ തുടങ്ങാം. ഷീൽഡ് ഉണ്ടായതുകൊണ്ട് ഇനി വലിയ ഭയമില്ല, അതുകൊണ്ട് വലിയ സീനില്ല. ഇതുവരെയായിട്ടൊരു കുന്തും കിട്ടിയിട്ടില്ല. ആകെ ഒരിത്തിരി ലാപ്പിസും. കളറുകളൊക്കെ മാറി മാറി വരുന്നു. ഏതിനുള്ള സാധ്യത കാണുന്നു. ഞാൻ കുറച്ച് ടാക്സും കൊണ്ട് കുറച്ച് ടാക്സ് അല്ല, ഞാൻ കുറച്ച് ലൈറ്റ് കൊണ്ട് ലാഭിക്കാൻ ആണ് ഞാൻ നോക്കുന്നത്. പിഷ്കത്തമനാണ് കാട്ടുന്നത്. സാധനമുണ്ട്, പക്ഷെ എന്താ ചെയ്യാൻ. ന്യൂ റെസിപ്പീസ്, കുറേ ബ്ലോഗ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ അയൺ കിട്ടുന്നില്ല. ഓ മൈ ഗോഡ്, ഞാനൊരു ഇത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതുണ്ട് എൻ്റെ കയ്യിൽ. ഹമ്പുണ്ട്, 3 ആരമുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഫൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, കുറേ നേരമായിട്ടാണ് മൈനിങ്. ഇത് നല്ല പണി കിട്ടാൻ സാധ്യത കാണുന്നു. മിക്കവാറും നൈറ്റായിട്ടുണ്ടാവും. എൻ്റെ വില്ലേജസിലെങ്കിൽ നടക്കത്തില്ല. നമുക്ക് റീഡർ ഉണ്ടാക്കണം, പക്ഷേ അതിൻ്റെ ഒന്നും ടെക്നിക്സ് നമുക്കറിയത്തില്ല. എന്തായാലും ഇതെടുക്കാം. ഇത് ഞാൻ കാണുന്നുണ്ട് നല്ല രീതിയിൽ. നമുക്കിത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഫുഡ് കുക്ക് ചെയ്യാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റപ്പ് ഉണ്ടാക്കാം. ഹെഡ്സെറ്റിൻ്റെ ഇഷ്യൂ നല്ല രീതിക്ക് ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. അലഞ്ഞു കയറുന്ന എൻ്റെ ചെവി. വല്ല കേവോ Oh my god, ചെന്തേറുന്ന കാര്യം. ഞാൻ കേൾക്കുന്നുണ്ടാ? ഒരു സംശയമില്ലാതില്ല. നല്ല സ്പോണറൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ സ്പോണർ കിട്ടിയിട്ടും വലിയ ഉപയോഗമല്ല. സ്റ്റാക്ക് കഴിഞ്ഞു. കോബിൾ സ്റ്റോണിന് വലിയ ഇത് വരത്തില്ല, ക്ഷാമം വരത്തില്ല. ഹെഡ്സെറ്റ് പണി തരുന്നു. കുറച്ച് നേരമൊക്കെ വീഡിയോ ഉണ്ടാകത്തുള്ളൂ കേട്ടോ ഗൈസ്. പിന്നെ ഒന്നാമത് സ്കൂളൊക്കെ ഉള്ള കാരണം കുറേ പഠിക്കാനുണ്ടാവും, അപ്പോൾ നടക്കത്തില്ല ഒക്കെപ്പാടെ. അത് മാത്രമല്ല, വീഡിയോക്ക് റീച്ചൊക്കെ കമ്മിയാണ്. Pickaxe.
ഇപ്പം നൈറ്റായിട്ടുണ്ടാവും. പോ 2 ടോർച്ച്, കുറച്ച് ടോർച്ചും കൂടി ഉണ്ടാക്കിയേക്കാം. ഇനി 4 8 ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും, അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. ഈ ബ്ലോക്ക് ഇട്ടാൽ കുഴപ്പമില്ല. ഈ 2 ബ്ലോക്ക് അത്യാവശ്യം നടക്കണം. ഹങ്കർ പറയും ഇടയ്ക്ക് 2 വരുന്നുണ്ട്. കാരണം അയൺ പിക്കാക്സ് കൊണ്ട് വേണ്ട, കുറച്ചും കൂടി 4 ഉണ്ടാക്കിയേക്കാം. 2 സ്റ്റിക്കാക്കി 2 ഉണ്ടാക്കാം. നൈറ്റ് മിക്കവാറുമായിട്ടുണ്ടാകാം. ഉറങ്ങുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ എന്തായിരിക്കും ഗുരുതരാവസ്ഥ. നൈറ്റാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ മുമ്പേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അമ്മ വിളിച്ചാൽ അതിൻ്റെ പേര് പോവും. എന്നോട് തിരിച്ചുകൂടാവരുത്. കാരണം എന്ത് ചെയ്യണം, നമുക്ക് ഈ ലാപ്പിസൊക്കെ എടുക്കാം. ഈ ലാപ്പിസ് കളർ ബ്ലോക്സിന് ക്ഷാമമില്ല. ഞെട്ടി ഞാനും പേടി. ഷോമിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് കുറച്ച് ടെററാണ്. ശബ്ദം ഒന്ന് കുറയ്ക്കുന്നുണ്ട്. ഇല്ല, ഫ്രണ്ട് നല്ല രീതിക്ക് ശബ്ദം കേൾക്കും. അടച്ച് വെച്ചേക്കാം, ഒരു ഭയം മാറാൻ വേണ്ടിയിട്ട്. എന്തായാലും നൈറ്റ് ഞാൻ സ്കിപ്പ് ചെയ്തു. സ്വാഡുണ്ട്, വലിയ ടെററില്ല. ഞാൻ ഇനി എന്തായാലും നോക്കിയിട്ടാണ് പൊട്ടിക്കുന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ വേണമെങ്കിൽ ഒരു കെയിനുള്ള സാധനം ഞാൻ കാണുന്നു. ഡീപ്പ് സ്ലേറ്റ് ആണോ? ഇത് ഏതാ ബ്ലോക്ക്? കോബിൾ സ്റ്റോൺ ഡീപ്പ് സ്ലേറ്റ്. ഞാൻ സുധിയാണ് വീഡിയോ, നിങ്ങൾക്ക് അറിയുണ്ടാവും. സുധി, അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടതാണ്. മൈൻക്രാഫ്റ്റിൽ 3-4 ബ്ലോക്ക് വെച്ചേക്കാം. നമ്മളവിടെ ഇറങ്ങിപ്പോയി നോക്കണം. ബക്കറ്റ് വേണം, അയൺ വേണം. അത്യാവശ്യം നല്ല വലിയ കേവാണ്. ചത്താത്തീർന്ന് ഫുഡൊക്കെ വെച്ച് കീച്ചണം. വെള്ളം വേണമായിട്ട് വെള്ളം വേണം, ടോർച്ച് വേണം. നല്ല പ്രിപ്പയർ ആയിട്ട് പോകാൻ പാടുള്ളൂ. വെള്ളത്തിന് ബക്കറ്റ് ഉണ്ടാക്കാനുള്ള അയണില്ല. എന്ത് ചെയ്യാനാ? പിക്കാക്സ് ഉണ്ടാക്കണ്ടായിരുന്നു. ഡയമണ്ട് എടുക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇത് നടക്കത്തില്ല, എനിക്ക് തോന്നുന്നില്ല. എന്ത് ചെയ്യാനാ? ഒരയൺ, ഇത്ര അയൺ വേണം. അല്ലെങ്കിൽ ഒരു നായനെ കിട്ടിയിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. പേപ്പർ കൊടുത്ത ഞാൻ ട്രൈഡൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പ്രിപ്പയർ അല്ലാതെ ഇപ്പം ഇറങ്ങി പോയാൽ തീർന്നു.
എന്ത് വേണം? നല്ല കളി തന്നെ. എന്തോ ഒരു ശബ്ദം, എന്തോ ഒരു അലട്ടല് പോലെ. എനിക്കെന്തോ ശബ്ദമൊക്കെ ഫീൽ ചെയ്യുന്നു. ചെറിയ പേടിയുണ്ട്. ഇല്ല, ഇവിടെ ഒന്നും സ്പൂൺ ആവത്തില്ല. അതിൻ്റെ കുറച്ച് ഇവിടെ ഇരുന്ന് മെയിനായിട്ട് സ്പൂൺ ആയത്. എൻ്റെ വില്ലേജേഴ്സ് ജീവനോടെ നിൽക്കുന്നുണ്ട്. അത് തട്ടിപ്പോയെന്നാവും. സാഡിലൊന്നുമില്ല. ട്രേഡ് മാറ്റി നിക്ക് ട്രേഡില്ല. മൈ ഗോഡ്, മാറ്. എൻ്റെ ബെഡ് എവിടെയാണ്? നൈറ്റായ സീനാവും. ഞാൻ തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും കടന്നുറങ്ങും. എന്ത് ചെയ്യും ഞാൻ? ഇവൻ ട്രേഡ് എനിക്ക് തരുന്നില്ല. എന്ത് ചെയ്യും? നേരെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം. എന്തായാലും ഞാനൊന്നേ ടോർച്ചൊന്നെടുത്തിട്ട് ടീസ്പൂൺ സെറ്റാക്കിയിട്ട് ഐറ്റംസ് മൊത്തം ഇതിൽ വെച്ചിട്ടൊന്ന് പോയി നോക്കട്ടെ. ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കണം. മരം ഇവിടെ തടിക്ക് നല്ല ക്ഷാമം ഉണ്ടാവാൻ സൈഡ് വന്നു. ഇപ്പം എന്നടാ ലാപ്പിസ് ബ്ലോക്ക് ചെസ്റ്റ് കൂടി ഉണ്ടാക്കിയിട്ട് ഇവിടെ പൊട്ടിക്കും. നമുക്ക് 100 ബേസ് സെറ്റാക്കണം. നിങ്ങൾ പറ എന്തായാലും. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കുക. പേരിനിറങ്ങി നോക്കുക വയസ്സ്. നല്ല പേടിയുണ്ട്. ഒറ്റ ടോർച്ച്, ഐറ്റംസ് ഒന്നും വേണ്ട, ഫുഡ് പോലും വേണ്ട. എന്തായാലും നമ്മൾ ചാവും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ടീസ്പൂണൊക്കെ 4-5 വട്ടം സെറ്റാക്കട്ടെ. ചത്താ മൊത്തം പോയി. ഇവിടേക്ക് വാ. ഇവിടെ ഇത് ഇങ്ങോട്ട് പോകും. എന്നിട്ട് ഞാൻ ആ ഒരു ചെല്ലണ ഭാഗത്ത് ഒറ്റൊരു ബ്ലോക്ക് നൈറ്റായ വില്ലേജസിന് പണി കിട്ടുമോ? ഞാൻ അതിനായിട്ട് ഒറ്റൊരു ബ്ലോക്ക് ഡേർട്ട് ഉണ്ട് എൻ്റെ കയ്യിൽ. ചിലപ്പോൾ ഞാൻ വീഴുമ്പോൾ തന്നെ ചാവും. ഇത് ഒറ്റ ഫുഡ് ഇത് കഴിച്ച് ഹെൽത്ത് ചെയ്തിട്ടെ. ഒരു ടോർച്ച്, ഒറ്റ ഫുഡ്. പൊട്ടാറായ വേണമെങ്കിൽ ഇത് എടുക്കാം. എന്തായാലും പോകാനില്ല. പിന്നെ തിരിച്ചു പോയി എടുക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. പുറത്ത് നല്ല മഴയാണ്. നല്ല പേടിയുണ്ട്. പുറത്ത് നല്ല ചൂടും മഴ. നൈറ്റ് ടറാണ്. ഓണേ അത് പൊട്ടിക്കുന്നു. നേരെ എവിടെയായിരുന്നു അത്?
ഒരു 4 ബ്ലോക്ക് മേലെ കൊണ്ടുപോയി വെട്ടേച്ച് പോരാ. ഇത് മാത്രമാണ് എൻ്റെ ഇത് മാത്രമാണ് എൻ്റെ ചത്ത നമ്മളെന്തായാലും ചവ നല്ല സാധനം. ചത്ത് അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയാണ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അവളൊന്ന് ബെല്ലൈക്കൻ അമർത്തിയാൽ ഞാനായിട്ട് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ബൈ ബൈ.